കണ്ണനെക്കുറിച്ച് പറയാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു അനുഭവം. ചെറിയ കണ്ണനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ ആഗ്രഹങ്ങളുണ്ട്, കണ്ണൻ കാണിച്ച കുറുമ്പുണ്ട്, എല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു അനുഭവം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ ലൈഫ് എങ്ങനെയാണ്. എന്തായാലും കേൾക്കാം. ശ്രീകാന്ത് സാർ, ഞാൻ പാലക്കാട് നിന്ന് അമ്പിളിയാണ്. കണ്ണന്റെ കുസൃതിയുടെ കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. കണ്ണൻ എന്തെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നാലും കണ്ണൻ മറക്കില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും എനിക്ക് അമ്മയാകാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റല്, മരുന്ന് എല്ലാം മടുത്തു തുടങ്ങിയിരുന്നു. അടുത്തുള്ള ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഗുരുവായൂരപ്പന് അവതാരം കൃഷ്ണനാട്ട് നേർന്നു. അങ്ങനെ ചികിത്സകൾക്കൊടുവിൽ ഞങ്ങൾക്കൊരു മോള് ജനിച്ചു. മോള് ജനിച്ച് 3 വയസ്സായിട്ടും ഞങ്ങൾ വഴിപാട് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ വാർഷികാഘോഷങ്ങൾ തുടങ്ങി. എല്ലാ കുട്ടികളും വാർഷികത്തിന് കളിക്കാൻ ഡാൻസ് ഒക്കെ പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ കണ്ണന്റെ കുസൃതി. എൻ്റെ മോള് ഡാൻസ് കളിക്കില്ല എന്ന് ഒരേ വാശി. വീട്ടുകാരും കൂട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് 3 വയസ്സ് മാത്രമുള്ള അവള് ശാഠ്യം പിടിച്ചു. ഞാൻ ഡാൻസ് കളിക്കില്ല. അവസാനം അവളുടെ മുന്നിൽ ഞങ്ങൾ തോറ്റു. പക്ഷെ എൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടവും ആരോടെന്നറിയാത്ത ദേഷ്യവും നിറഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞു, എല്ലാവരും കളിക്കുന്നുണ്ട്, എല്ലാവരും നിന്റെ കൂട്ടുകാരല്ലേ, വലിയ ഡാൻസ് ഒന്നുമല്ല, ഒറ്റ പ്രായമുള്ള കുട്ടികൾ പാട്ടിനനുസരിച്ച് കുഞ്ഞു സ്റ്റെപ്പ് വയ്ക്കുന്നു, അത്രയുള്ളല്ലോ. ഇതൊക്കെ പറഞ്ഞു കേട്ടോ. കാണാൻ കൊതിയായിട്ടാണ്. പക്ഷേ എന്തായാലും അവള് കളിക്കില്ല. എന്നാൽ എനിക്ക് ആരുടെയും ഡാൻസ് കാണണ്ട. ഡാൻസ് നടക്കുന്ന ദിവസം എന്നെയും മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം. അങ്ങനെ സ്കൂൾ വാർഷിക ദിവസം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നെയും മോളെയും ഹസ്ബൻഡ് എൻ്റെ സ്വന്തം വീട്ടിലാക്കി. വീട്ടിൽ ചെന്ന് കയറിയതും ഞാൻ അമ്മയോട് സങ്കടം പറഞ്ഞു. ഇത്ര കുഞ്ഞിലെ എന്താ ഇവളിങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ളത് കൊടുക്ക്, മോള് കളിച്ചോളൂന്ന്. അത് ശരിയാണല്ലോ, കണ്ണന്റെ വഴിപാട് കൊടുത്തില്ലല്ലോ. അങ്ങനെ ഓർത്തുട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ പോയി കൃഷ്ണനാട്ടം ബുക്ക് ചെയ്തു. പിന്നീട് ആ വഴിപാട് കഴിച്ചു. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിട്ടോ. പതിവ് പോലെ കുട്ടികൾ അമ്പലത്തിൽ കളിക്കാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. എൻ്റെ മോളുടെ പ്രായക്കാരും കളിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും മോളെ നിർബന്ധിച്ചില്ല, ആരും കളിക്കാൻ അവളോട് പറഞ്ഞില്ല. ഇഷ്ടമുള്ളപ്പോൾ കളിക്കട്ടെ എന്ന് കരുതി. പക്ഷേ ശ്രീകാന്ത് സാർ, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഡാൻസ് പഠിക്കാൻ തുടങ്ങി. കൂട്ടുകാരോടൊപ്പം കൊച്ചു കൊച്ചു പ്രാക്ടീസൊക്കെ ചെയ്തു. എൻ്റെ മോളുടെ ജീവിതത്തിൽ ആദ്യത്തെ ചുവടുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട വരികളായ തെച്ചിമന്താരം തുളസി പിച്ചമാലകൾ ചാർത്തി എന്ന പാട്ടിനൊത്ത് അമ്പലത്തിൽ കൂട്ടുകാരോടൊത്ത് നിലവിളക്കിന് ചുറ്റും ചുവട് വെച്ചു. എൻ്റെ മോളിപ്പോൾ 4ൽ പഠിക്കുകയാണ് സാർ. അത്രയും മനോഹരമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഭഗവാന് കൊടുക്കാന്ന് പറഞ്ഞത് നമ്മൾ ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അതങ്ങ് ചെയ്തേക്കുക. അപ്പോൾ അതൊരു സുഖല്ലേ. നമുക്ക് കണ്ണൻ ഉണ്ണിക്കണ്ണനല്ലേ, കുട്ടികളുടെ മനസ്സായിരിക്കും ചിലപ്പോൾ. കണ്ണൻ എന്താ എന്നോട് ഇവരിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്നില്ലല്ലോ. കാർ ഓർഡർ ചെയ്തിട്ട് ഞാൻ കാത്തു നിൽക്കായിരുന്നു ഇന്ന് രാവിലെ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഗോവിന്ദൻ്റെ കഥ ഓർത്തത്. അതെ, അങ്ങനെയുള്ള ഗോവിന്ദൻ തന്നെയാണ്. കാത്തിരിക്കുക, എപ്പോഴാ വരിക, ഇവരെന്താ വരാത്തത്. ഞാനിങ്ങനെ എന്നോട് തരാമെന്ന് പറഞ്ഞല്ലേ, തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തരാത്തത്, അച്ഛാ എപ്പോഴാ വരിക, കാർ എപ്പോഴാ വരിക, അച്ഛൻ ഓർഡർ ചെയ്തതെന്നല്ലേ. അതേ രീതി തന്നെയാണ് കണ്ണൻ കേട്ടോ. കണ്ണന് നിങ്ങൾ എന്തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേക്കുക പെട്ടെന്ന് തന്നെ, അത് താമസിപ്പിക്കണ്ട. പിന്നെ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കണ്ണന് മനസ്സിലാവും. അപ്പം കണ്ണൻ തന്നെ അതിനുള്ള പോംവഴിയും കണ്ടെത്തി തരും. അങ്ങനെ മനോഹരമായൊരു അനുഭവമായിരുന്നു എൻ്റെ ആ കഥ. ഒന്നും പറയാനില്ല. എന്ത് സുഖമുള്ള സങ്കല്പങ്ങളാണല്ലേ, എന്ത് സുഖമുള്ള അനുഭവങ്ങളാണ്. എത്ര ആളുകൾ കുറേ അനുഭവങ്ങൾ എൻ്റെ കയ്യിൽ പെൻഡിങ് ഉണ്ട് കേട്ടോ. എന്നെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. 3 അനുഭവം എനിക്കൊരു ദിവസം പറയാൻ പറ്റുന്നുള്ളൂ. ചിലരൊക്കെ പറഞ്ഞ് മടുത്ത് ദേഷ്യം പിടിച്ച് പല്ല് ഇറുമിയൊക്കെയാണ് എന്നോട് സംസാരിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ ഓർമ്മിപ്പിക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്പറൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം അവരുടെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ കഴിയുന്നതും വേഗം പറയാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും കുറച്ച് ഡിലേ ഒക്കെ വന്നു പോകും. ഹരേ കൃഷ്ണ.